ഇപ്പോൾ ഞാനിവിടെ വന്നത് ഒരു നല്ല മാതൃക, ജനാധിപത്യ മാതൃക ഇവിടെ ഈ പഞ്ചായത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പഠിക്കാനും അറിയാനും വന്നതാണ്. ഏറ്റവും നല്ല ജനാധിപത്യ മാതൃക ഇന്ത്യയിലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. പ്രചരണം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള പ്രചരണങ്ങളുണ്ട്. അപ്പോൾ കുറേയധികം ഈ പരിസ്ഥിതിയൊക്കെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ഫ്ലക്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പം ഹൈക്കോടതി വരെ ഫ്ലക്സ് വെക്കുന്നത്, പക്ഷേ അതുപോലെ കുറേയധികം പേപ്പറിൽ നോട്ടീസും പോസ്റ്ററുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ പേപ്പറിന് എത്ര മരം മുറിക്കേണ്ടി വരും. അതുപോലെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലുള്ള പ്രചരണം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. 2020 ഒരു ജനങ്ങളിലേക്ക് ഈ വികസന മാതൃകയും ഈ യഥാർത്ഥ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും എത്തിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. ഇന്ന് മണ്ഡലത്തിൽ ചാലക്കുടി മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയുണ്ടായി. ഇത് ഇന്ന് പ്രചരണം തുടങ്ങിയതാണോ? ഇന്ന് ഞാൻ രാവിലെ ഇരിഞ്ഞാലക്കുട പോയി, അതിനുശേഷം അങ്കമാലി എത്തി, ഇപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെന്നുള്ളത് പഠിക്കുകയാണിപ്പോൾ. അപ്പം ഞാൻ പിന്നീട് ഈ ജനങ്ങളുടെ ഇടയ്ക്ക് 5 വർഷമോ 10 വർഷമോ അല്ലെ 15 വർഷമോ പ്രവർത്തിക്കണമെങ്കിൽ അത് എന്തൊക്കെ മേഖലകളിൽ എങ്ങനെ ആയിരിക്കണമെന്നുള്ളതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കാവുന്ന അത്ര ഒരു സിമ്പിൾ കാര്യമല്ല ജനങ്ങളുടെ, പല തരത്തിലുള്ള ജനങ്ങളുടെയും വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലാക്കിയെന്ന് ഇന്ന് പറയുന്നത് തീരെ അപക്വമായിരിക്കും. അത് വളരെ ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കണേ തന്നെ ഒരു ദിവസം കൊണ്ട് പദ്ധതി ഉണ്ടാവില്ലല്ലോ. അത് നന്നായിട്ട് പഠിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ല മോഡലുകളും ഓൾട്ടർനേറ്റീവ്സ് എന്തുണ്ടെന്ന് നോക്കി അത് ഓരോ പ്രദേശത്തിനും അവിടുത്തെ മനുഷ്യരുടെ ജനജീവിതത്തിന് അനുയോജ്യമായിട്ടും രൂപപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യും. ഈ VRS എടുത്തത് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്. അതിന് തർക്കമില്ല. താങ്കളുടെ പല കാര്യങ്ങളിലും താങ്കൾ സമർപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിൻ്റെ മറുപടി ഉൾപ്പെടെ ലഭിക്കേണ്ട കാര്യങ്ങളിലൊന്നും തന്നെ താങ്കൾക്ക് മറുപടി ലഭിച്ചിരുന്നില്ല. കോടതിയിൽ ഉൾപ്പെടെ അത്തരത്തിൽ മറുപടികളൊന്നും കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും നൽകാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ. എന്നെ ഈ പബ്ലിക് സർവീസിൽ പരീക്ഷയ്ക്ക് എഴുതി, സിവിൽ സർവീസ് പരീക്ഷ എഴുതി വന്നതാണല്ലോ ഞാൻ. അങ്ങനെ ജോലിയിൽ കയറി 2017 ഓഖി എന്ന് പറയുന്ന ദുരന്തം വന്നപ്പോൾ ഈ സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ പക്ഷത്ത് ഞാൻ നിന്നു. അതിനാണ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഒരു ജോലിയും ചെയ്യാതെ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു ജോലിയും ചെയ്യാതെ നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ക്ഷയിച്ചു പോകില്ലേ? അപ്പോൾ ഞാനിങ്ങനെ പാടത്തോടെയും പാവപ്പെട്ടവരുടെ അടുത്തോടെ ഇന്നിപ്പോൾ ലക്ഷ്മിയുടെ അവിടെ കോളനിയിൽ പോയി തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ ഇടയ്ക്കൂടെ നടക്കുന്നു, കൃഷിക്കാരുടെ ഇടയ്ക്കൂടെ നടക്കുന്നു. സാധാരണ മനുഷ്യർ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വരുന്നത് സാധാരണ മനുഷ്യരാണ്. അവരുടെ ഇടയ്ക്കൂടെ ഇല്ല, ബ്യൂറോക്രസി എന്ന് പറയുന്നത് ഭരണ നിർവഹണത്തിലെ ഒരു അനിവാര്യ ഘടകമാണ്. അതിനോട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ നമ്മളുടെ അഴിമതിയോട് എനിക്ക് പ്രതിഷേധമുണ്ട്. അത് ബ്യൂറോക്രസിയിലായാലും മറ്റു പല മേഖലകളിലുമുള്ള എല്ലാത്തരം അഴിമതിയോടും എനിക്ക് പ്രതിഷേധമുണ്ട്. അപ്പോൾ ആ പ്രതിഷേധം തീർച്ചയായിട്ടും ഒരു ജനങ്ങളോട് ഒത്തുനിന്ന് ഒരു വലിയ പ്രതിഷേധമായിട്ട് മാറ്റുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ജനങ്ങളെ സേവിക്കാമെന്ന് പറഞ്ഞില്ല, ജനങ്ങളോടൊപ്പം നടക്കാൻ, ജനങ്ങളോടൊപ്പം ഓടാൻ